ജിൻഡോ മറുപടി നൽകാം. സ്മൃതി, ഞാൻ ഈ 10 വർഷം മുമ്പുള്ള കഥകളെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് കുറെ കാലം മുമ്പെന്ന് തുടങ്ങണം. RSSന്റെയും ജനസംഘത്തിന്റെയും പിന്തുണയോടുകൂടി ആദ്യമായിട്ട് കേരള നിയമസഭയിലെത്തിയ പിണറായി വിജയൻ എന്ന യുവ MLA ചരിത്രം തൊട്ട് ഇങ്ങോട്ട് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഇതിന്റെ പാപഭാരം പേറുന്ന ഹിന്ദു മഹാസഭയുടെ പിന്തുണ സ്വീകരിച്ച വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ നിലപാടിനെ കുറിച്ചിട്ട് RSSുമായിട്ട് പല കാലങ്ങളിൽ കൂടിച്ചേർന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 വർഷം മുമ്പുള്ള കഥകളെ കുറിച്ച് അധികം പറയാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് അരുൺകുമാറിന്റെ പാർട്ടിക്കും മുന്നണിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് RV ബാബുവിന്റെ പുസ്തകത്തെയാണ് കൂടുതൽ വിശ്വാസമെങ്കിൽ എനിക്ക് പറയാനില്ല. കാരണം ഇപ്പോ സംഘപരിവാറിനും CPM-നും ഒരേ സ്ഥലത്തു നിന്നുള്ള പുസ്തകം അടിച്ച് വിതരണം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരേ പാർട്ടി പാർട്ടി ക്ലാസ് ആയിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം. നിയമത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നിയമത്തെ കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴ ലോക്സഭയും തൃശൂർ ലോക്സഭയും ഒക്കെ നമുക്ക് ഇഴകീറി പരിശോധിക്കണം. നിയമത്ത് 2011 അത് ഞങ്ങൾ ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റാണ്. ചാരുവാറ രവിയാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 20,248 വോട്ടാണ് കിട്ടിയത്. പക്ഷെ 2016 സുരേന്ദ്രൻ പിള്ളയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ 13,000 വോട്ടായിട്ട് അത് കുറഞ്ഞു. 13,800 ചില്ലം വോട്ടായിട്ട് കുറഞ്ഞു. അതായത് 6,500 വോട്ടിന്റെ വ്യത്യാസമാണ് ഏകദേശം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ 2016 രാജഗോപാൽ ജയിച്ചത് 24,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ശിവൻകുട്ടിയേക്കാൾ 24,000 വോട്ടിന്റെ 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. അപ്പോ രാജഗോപാലിന്റെ വോട്ട് വിഹിതം കൂടിയിരിക്കുന്നത് 2011 നിന്ന് 16 ആവുമ്പോൾ 43,000 നിന്ന് 67,000 ആയിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ 24,000 വോട്ട് രാജഗോപാൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UDF നിന്ന് പോയ 6,500 വോട്ടിന്റെ പാപഭാരം മാത്രം നമ്മൾ ഏറ്റെടുത്ത പോരെ? അങ്ങനെ നിങ്ങൾ പറയുന്ന കണക്കനുസരിച്ച് മറിഞ്ഞു പോയതാണെങ്കിൽ 6,500 വോട്ടിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്താൽ മതി. ബാക്കിയുള്ള 18,000 വോട്ടിന്റെ ഉത്തരവാദിത്തം അരുൺകുമാറിന്റെ പാർട്ടി ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ഇനി 2021 K മുരളീധരൻ മത്സരിക്കുമ്പോൾ ഞങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എന്നുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നതിന് കാരണം 23,000 വോട്ട് K മുരളീധരൻ വർദ്ധിപ്പിച്ചതിന്റെ മാത്രം ഫലത്തിലാണ് 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശിവൻകുട്ടി ജയിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോ നിങ്ങളുടെ കേമം കൊണ്ടല്ല നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത്. ഞങ്ങൾ ഘടകകക്ഷിക്ക് ആ സീറ്റ് കൊടുത്തപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ചില പാളിച്ചയുണ്ടായി. അത് 6,500 വോട്ടിന്റെ വ്യത്യാസമാണ്. പക്ഷെ BJP ജയിച്ചത് 24,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. ബാക്കി 18,000-18,000-ഓളം വരുന്ന വോട്ടിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് വോട്ട് കൂടിയപ്പോൾ നിങ്ങളുടെ ഒരേ ഒരു കനലായിട്ടുള്ള ആരിഫിന്റെ വോട്ടുകൾ 1,00,000-ലധികം താഴ്ന്നുപോയി. ആ വോട്ട് പോയത് ശോഭാ സുരേന്ദ്രനിലേക്ക്. KC വേണുഗോപാൽ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തൃശൂരിലെ പോലെ തന്നെ പാർലമെന്റ് MP ആകുമായിരുന്നു. നിങ്ങൾ വോട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കനൽ തരിയെ വെള്ളമൊഴിച്ച് കിടത്തുന്ന കാഴ്ചയാണ് ആലപ്പുഴയിൽ കണ്ടത്. ഇനി തൃശൂർ പാർലമെന്റ് സീറ്റിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പഴി കേട്ടതാണ്. നിങ്ങളൊന്ന് ഇഴകേറി പരിശോധിക്കണം. അവിടെ വോട്ട് ജോലി നടന്നിട്ടുണ്ട്, കള്ളവോട്ട് നടത്തിയിട്ടുണ്ട്, ഒരുപാട് കൃത്രിമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരുപാട് ഫാക്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും ഏറ്റുപിടിക്കാൻ CPM തയ്യാറായിട്ടില്ല. ആകെ ഒരു സുനിൽകുമാർ ഇടയ്ക്കിടയ്ക്ക് കരയുന്നതല്ലാതെ. ഇനി ഒരു കാര്യം പറയാം. നിങ്ങളുടെ മന്ത്രിയായിട്ടുള്ള ബിന്ദുവിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഇരിങ്ങാലക്കുട, LDFന്റെ മന്ത്രിയായിട്ടുള്ള രാജന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഒല്ലൂരടക്കം 6 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6 കോൺസ്റ്റിറ്റ്യുവൻസിയിലും BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ തന്നെ ജയിച്ചിട്ടുള്ള LDFന്റെ MLA ഉള്ള ഗുരുവായൂർ K മുരളീധരനാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പാപഭാരം ഞങ്ങൾക്ക്. തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച മുഴുവൻ സ്ഥലങ്ങളിലും BJP ലീഡ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ ഒരുപാട് കാലം കള്ളം പറഞ്ഞു. അപ്പൊ കയ്യിന്ന് പോയടാ ചാർലി. ഡീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ രേഖ വെച്ച് പരിശോധിക്കുമ്പോൾ ഉത്തരവാദിത്തം നിങ്ങളുടെ തലയിൽ. ഇനി അടുത്തത് ഇല്ല, ഞാൻ പെർമിറ്റ് ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾ തമ്മിൽ ഡീൽ ഇല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി തൃശൂർ നീ അങ്ങോട്ടാണ് തള്ളിക്കറി വരുന്നത്. അങ്ങോട്ട് ഇറങ്ങിക്കടാ പ്ലീസ്. ദയവ് ചെയ്ത് പ്ലീസ്. സംശയം നമുക്ക് സംശയം തീരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് വന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്.
അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് അറിയാമെന്ന് പറഞ്ഞു. നാളിതുവരെ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ശിവശങ്കരൻ 112 ദിവസം ജയിലിൽ കിടന്നു. എന്നിട്ട് എന്റെ മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കാതിരുന്നത്? ശിവശങ്കരൻ ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ ഒപ്പിടുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ലൈഫ് മിഷൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, മകളുടെ മാസപ്പടി, മകന് വന്നിട്ടുള്ള ED നോട്ടീസ്, കരുവന്നൂരിലെ കള്ള സഖാക്കന്മാരുടെ വിഷയം, മൊയ്തീന്റെ സ്വത്ത് കണ്ടെത്തി എന്ന് പറഞ്ഞ ED നോട്ടീസ്, ഇങ്ങനെ ഒരുപാട് കേസുകൾ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. അപ്പൊ ഡീലിന്റെ ഭാഗമായിട്ടാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ, കേന്ദ്ര ഏജൻസികളുടെ കേടികൾ വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയോട് ഇത്തരം ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ലാതിരിക്കുന്നതോ താല്പര്യമില്ലാതിരിക്കുന്നതോ അത് ഇവര് തമ്മിലുള്ള ഡീലിന്റെ 10 വർഷക്കാലത്തെ പ്രവൃത്തി ബന്ധം കൊണ്ടാണെന്നുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്ത് ഡീൽ, ഈ പറയുന്ന 7 മണ്ഡലങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി അരുൺകുമാർ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ കഴിവുള്ള രസേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇപ്പൊ സ്ഥാനാർത്ഥികൾ പൊളിറ്റിക്സ് പറയണമെന്നാണല്ലോ CPM പറയുന്നത്. ഈ മണ്ഡലങ്ങൾ ഇപ്പോ ശബരിമല നിലനിൽക്കുന്ന മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥി പറയുന്നത് ഈ വിഷയം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ശബരിമല വിഷയം ചർച്ച ചെയ്യില്ലെന്ന്. NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റാണ്. അത് കഴിഞ്ഞ് കുമ്മനം രാജശേഖരൻ തിരുത്തി എന്നാ പറയാം. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം പിന്നീട് ആസൂത്രിതമായിട്ട് തിരുത്തുന്നതിൽ വലിയ അർത്ഥമില്ല. ഇവർ ശബരിമല വിഷയം NDA ചർച്ച ചെയ്യാത്തതിന് കാരണം എന്താ? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തി ശാസ്താവിന്റെ സ്വർണം കട്ടത് CPMന്റെ സഖാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നുള്ള വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടേണ്ട എന്നുള്ളത് NDAയുടെ BJPയുടെ താല്പര്യമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്നുള്ളത് BJPയുടെ താല്പര്യമാണ്. ഇവിടെ KPCCയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുകയും നിരന്തര സമരങ്ങളുമായിട്ട് തെരുവ് നിറയുമ്പോൾ BJPയും അതുപോലെയുള്ള സംഘടനകളും NDA അടക്കമുള്ള ആളുകൾ പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇനി ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്, ഇങ്ങനെ എങ്ങനെ മുകളിൽ കേറിയതല്ല, എന്നെ കേറ്റിയതാ. ഒരു കാര്യം കൂടി, യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ യൂട്ടേൺ അടിച്ചു. ആ വിഷയവും NDAക്ക് ടേക്കിയുണ്ട്. അതുപോലെ അമ്പലക്കള്ളന്മാരെ, സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്ന അമ്പലക്കള്ളന്മാരെ വിചാരണ ചെയ്യേണ്ട, വിലക്കയറ്റം മുതൽ നികുതി ഭീകരത വരെ സകലമായ മനുഷ്യരെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങളിലും NDAക്കും BJPക്കും ടേക്കില്ല. ഈ പുത്തൻകുരിശിൽ പറഞ്ഞ സഖ്യത്തെ കുറിച്ച് 2 തവണ പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ അതിനോട് മറുപടി. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, അമേരിക്കയിൽ പോയപ്പോ പിണറായി വിജയന്റെ അടിവസ്ത്രം എടുത്തു കൊടുത്ത അച്ഛനെ പോലെ പരിചരിച്ചത് സാബുവും ജേക്കബാണെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ഇതുവരെ അതിനെ എതിർത്തിട്ടുണ്ടോ? ഡിസോൺ ചെയ്തിട്ടുണ്ടോ? അച്ഛനെ കുറിച്ചും മകളെ കുറിച്ചിട്ടും എനിക്ക് പറയാനുള്ളത് വിളിച്ചു പറഞ്ഞാൽ അച്ഛനും മകളും കൽത്തുറങ്കിൽ കിടക്കുമെന്ന് സാബുവും ജേക്കബ് വിളിച്ചു പറഞ്ഞിട്ട് ഇവരാരെങ്കിലും തിരുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 2 MP-മാരുണ്ടായിരുന്ന ചാലക്കുടിയിലും എറണാകുളത്തും മാത്രമാണ് 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയത്. എന്തുകൊണ്ടാണെന്നറിയോ? ആലപ്പുഴയിൽ ഒരേ ഒരു കനൽത്തരികളെടുത്ത് പോയി 2020 മത്സരിക്കാൻ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളത് സംഘപരിവാർ താല്പര്യങ്ങൾ കാലങ്ങളായിട്ട് നടപ്പാക്കുന്നതാണ് 2020യുടെ നിലപാട്. അതുകൊണ്ടാണ് PV ശ്രീനിധനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, സജീന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 പണിയെടുത്തത്. വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, സർക്കാർ വിരുദ്ധ വോട്ടുകൾ, ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് 2020 നടത്തുന്ന പൊറാട്ട് നാടകങ്ങളാ. അല്ലെങ്കിൽ അടിവസ്ത്രം എടുത്തു കൊടുത്ത അച്ഛനെ പോലെ കണ്ട ആ പിണറായി സത്യം വിളിച്ചു പറയുന്നേ, നാട്ടുകാരെ കൊള്ളയടിക്കുന്ന അച്ഛനും മകളും കുടുംബക്കാരും ജയിലിൽ പോകട്ടെ. ശരി അരുൺകുമാർ മറുപടി. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ തൃശ്ശൂരിലെ ആ മണ്ഡലം ഈ മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് വിവരിക്കുന്നത് കേട്ടല്ലോ. നമ്മൾ മിണ്ടാതിരുന്നതാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കണല്ലേ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് കുറഞ്ഞത് 86,650 വോട്ടാണ്. ഞങ്ങൾക്ക് 18 മണ്ഡലങ്ങളിലും തിരിച്ചടി കിട്ടുമ്പോഴും ഞങ്ങൾക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ 16,500 വോട്ട് കൂടി. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ ചർച്ചയുടെ ഭാഗമായിട്ട് താങ്കൾ വിവരിക്കണം, ജനം കേൾക്കട്ടെ. പിന്നെ കുറെ കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. 12 തവണ നിങ്ങൾ ഹൈക്കോടതി പോയില്ലേ? 6 തവണ സുപ്രീം കോടതി പോയില്ലേ? ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ഉന്നയിച്ച വാദം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഞാൻ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. പറഞ്ഞല്ലോ 2 തവണ ഹൈക്കോടതി സുപ്രീം കോടതി ഗുഡ് ഗവേണൻസ് തന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം പറഞ്ഞു. മാത്യു കുഴൽനാടൻ ഓടിയ ഓട്ടം, രേഖ എന്ന ഒരു അക്ഷരം പറഞ്ഞാൽ 10 ലക്ഷം രൂപ താങ്കൾക്ക് ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഓടിയ ഓട്ടം, ക്യാമറ, ജലമെട്രോ, KI ഫോൺ, സ്പ്ലിംഗർ, അതുപോലെ ഡേറ്റ, കേരള സർവേ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇനിയും 15 ദിവസം ചർച്ചയിൽ വന്ന് ഇങ്ങനെയൊക്കെ കേരളത്തിന്റെ ഗവൺമെന്റ് അതുപോലെ പരാതി, കോടതി, ഇതൊക്കെ പറയണം. അന്വേഷണ ഏജൻസി എല്ലാം പറയണം.
അല്ല, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, റിട്ടയർഡ് ആകുന്ന ചീഫ് ജസ്റ്റിസ് പിണറായി വിജയന്റെ സൽക്കാരം വാങ്ങുന്നത്, അതുപോലെ തന്നെ ലോകായുക്തയുടെ ജഡ്ജിമാര് പിണറായി വിജയന്റെ സൽക്കാരം വാങ്ങുന്ന കാഴ്ച കേരളത്തിൽ നമ്മൾ കണ്ടതാ. ജഡ്ജിമാരുടെ എല്ലാ വിധങ്ങളും വെയിറ്റ് ചെയ്യും, ഞാൻ മറുപടി പറയാം. വെയിറ്റ് ചെയ്യും. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ എന്തിനെത്ര പേടിക്കുന്നേ? ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ താങ്കൾ ഭയക്കുന്നത് എന്തിനാ? താങ്കൾ വെയിറ്റ് ചെയ്യും. എന്റെ ഒരു മറുപടി എനിക്കൊരു മിനിറ്റ് മതി. എനിക്ക് ഒരു മിനിറ്റ് മതി. കേൾക്കാം ജിൻഡോ പറയുന്നത് കേൾക്കാം. ജിൻഡോ പറയൂ. അരുൺകുമാർ, ഞാൻ പറയുമ്പോ താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത്? മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. താങ്കൾ എന്തിനാ ഭയപ്പെടുന്നത്? സാധാരണക്കാരന്റെ പണമെടുത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചിരിച്ചുപോയി, അത്രേ ഉള്ളൂ. ഇവിടെ ജഡ്ജിമാർക്കെതിരെ പ്രകടനമൊക്കെ നടന്നിട്ടുണ്ട് ഇതിനു മുൻപ്. അരുൺകുമാർ ഒന്ന് പറയട്ടെ പ്ലീസ്. ജിൻഡോ പൂർത്തിയാക്കൂ. ഏതെങ്കിലും ഒരു കേസ് കേസായിട്ട് പോകുമ്പോ ഒരെണ്ണം ജയിക്കണ്ടേ? ഒരെണ്ണം. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകള് എന്ത് സേവനം ചെയ്തിട്ടാ മാസപ്പടി വാങ്ങിയത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്ത് സേവനം ചെയ്തിട്ടാ? അരുൺകുമാർ ഒന്ന് പറഞ്ഞേ, എന്ത് പണിയാണ് അവർ ചെയ്തത്? അതൊക്കെ ശമ്പളം കിട്ടിയത് എന്ത് പണിയാണ് ചെയ്തത്? ഇതുവരെ പുറത്തു എടുത്ത് കാണിച്ചത് ശങ്കരാചാര്യ രേഖ എടുത്ത് കാണിച്ചപ്പോഴാണ് പറഞ്ഞത് 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞ്. ഇനിയും നിങ്ങൾക്ക് സുപ്രീം കോടതി പറഞ്ഞ വാദം ചോദിക്കല്ലേ? നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. It is not a public interest litigation, it is a publicity interest litigation എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് വേണമെന്ന് പറഞ്ഞില്ലേ? ഈ രാജ്യത്ത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിന് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സാധാരണക്കാർക്ക് അറിയണ്ടേ? നിങ്ങൾ ചർച്ച ചെയ്യ്. സാധാരണക്കാർക്ക് അറിയണ്ടേ? പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടും നിങ്ങൾ ചർച്ച ചെയ്യ്. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. ഏതെങ്കിലും ഒരു കേസ് 12 കേസായിട്ട് പോയതല്ലേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും? ഒരു പരാമർശം എന്തായിരുന്നു? ഡേറ്റ നവകേരള സർവേ ഇപ്പൊ എങ്ങനെ തകർക്കുമെന്ന് പറഞ്ഞ് പോയതല്ലേ ഡൽഹിക്ക്? ഗുഡ് ഗവേണൻസ് കേരളത്തിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി മേടിച്ചു തന്നിരിക്കുന്നു. ഇത് തന്നെയാ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. സുപ്രീം കോടതി പറഞ്ഞ ഗുഡ് ഗവേണൻസ് ആണ് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയുക. ഇത് ജനങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുക ഗുഡ് ഗവേണൻസിനെ കുറിച്ച്. ആ ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായിട്ടാണ് ആന്തൂരിലെ സാജൻ തൂങ്ങി മരിച്ചത്. ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായിട്ടാണ് മാഞ്ഞൂരിലെ വ്യവസായി ഗുഡ് ഗവേണൻസ്. നിങ്ങൾ ഈ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിൽ കേരളത്തിലെ ജനങ്ങൾ ഇൻഷുറൻസ് പദ്ധതിയും ഇല്ലാതാക്കപ്പെട്ട ദിവസം 1,000 ജോലി 300-ൽ നിന്ന് 7,400 സ്റ്റാർട്ടപ്പ്. അങ്ങനെ രാഷ്ട്രീയ അത് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് തസ്തികയിൽ പിൻവാതിലൂടെ നയമനം നടത്തുന്ന ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല. അതുപോലെ ദേശീയപാത കമ്മീഷൻ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഹൈവേ അനുവദിക്കില്ല. മലയോര ഹൈവേ അനുവദിക്കില്ല. കപ്പൽ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിൽ നിന്ന് ആരോപണമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ചർച്ച ചെയ്യും മിസ്റ്റർ. ഇല്ലാത്ത ആളുകളാണ് പറയുന്നത് കപ്പലിന്റെ കഥ പറയുന്നത്. 5,000 ആരോപണം ആയിക്കോട്ടെ. പത്രത്തിൽ വാർത്ത പഠിപ്പിച്ച പിണറായി വിജയന്റെ പാർട്ടിയുടെ നേതാവ് പറയാണ് കപ്പൽ വരുന്ന കഥ. കോട്ടെ സാരമല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ട, വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.